കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന പുതിയ UDF മന്ത്രിസഭയിലെ മന്ത്രിമാരെയും അവരുടെ പ്രധാന വകുപ്പുകളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള 21 അംഗ മന്ത്രിസഭയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണൂ. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിക്കുള്ള പ്രധാന വകുപ്പുകൾ പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, ആസൂത്രണം, വിവര പൊതുജന സമ്പർക്കം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, മെട്രോ റെയിൽ എന്നിവയാണ്. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനുള്ളത് ആഭ്യന്തരം, വിജിലൻസ്, ജയിലുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, കയർ എന്നിവയാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിനുള്ളത് വ്യവസായം, വാണിജ്യം, അതുപോലെ തന്നെ IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി എന്നിവയാണ്. ശ്രീ N ഷംസുദ്ദീൻ അദ്ദേഹത്തിന് പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയാണ്. ശ്രീ KM ഷാജി അദ്ദേഹത്തിനുള്ളത് തദ്ദേശ സ്വയംഭരണം, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ, അതുപോലെ തന്നെ ഗ്രാമവികസനം, കില എന്നിവയാണ്. ശ്രീ K മുരളീധരൻ അദ്ദേഹത്തിന് ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ആയുഷ്, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം എന്നിവയാണ്. ശ്രീ റോജി M ജോൺ അദ്ദേഹത്തിനുള്ളത് ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, NCC എന്നിവയാണുള്ളത്. അതുപോലെ തന്നെ ശ്രീ അനൂപ് ജേക്കബ് അദ്ദേഹത്തിന് ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി എന്നിവയാണ്. അതുപോലെ തന്നെ 2.5 വർഷത്തിന് ശേഷം ശ്രീ മാണി C കാപ്പനായിരിക്കും ശ്രീ അനൂപ് ജേക്കബിന് പകരം മന്ത്രിയാവുന്നത്. ശ്രീ സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട് എന്നിവയാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ ശ്രീ അഡ്വക്കേറ്റ് M ലിജു അദ്ദേഹത്തിനുള്ളത് സഹകരണവും എക്സൈസുമാണ്. ശ്രീ AP അനിൽകുമാർ അദ്ദേഹത്തിന് റവന്യൂ, സർവേ, ഭൂപരിഷ്കരണം എന്നിവയാണ്. അതുപോലെ തന്നെ ശ്രീ PC വിഷ്ണുനാഥ് അദ്ദേഹത്തിനുള്ളത് ടൂറിസം, സാംസ്കാരികം, സിനിമ, അതിൽ KSFDC, ചലച്ചിത്ര അക്കാദമി എന്നിവ ഉൾപ്പെടും. ശ്രീമതി ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശു വികസനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയാണുള്ളത്. അതുപോലെ തന്നെ ശ്രീ T സിദ്ദിഖ് അദ്ദേഹത്തിന് കൃഷി, മണ്ണ് പര്യവേക്ഷണം, സംരക്ഷണം, കാർഷിക സർവകലാശാല എന്നിവയാണുള്ളത്. ശ്രീ PK ബഷീർ അദ്ദേഹത്തിനുള്ളത് പൊതുമരാമത്ത് വകുപ്പാണ്. അതുപോലെ തന്നെ ശ്രീ മോൻസ് ജോസഫ് ജലവിഭവം, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, ഭവന നിർമ്മാണം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. ശ്രീ ഷിബു ബേബി ജോൺ അദ്ദേഹത്തിന് വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം എന്നിവയാണുള്ളത്. അതുപോലെ തന്നെ ശ്രീ CP ജോൺ അദ്ദേഹത്തിനുള്ളത് റോഡ് ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം എന്നിവയാണുള്ളത്. ശ്രീമതി KA തുളസി പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്കക്ഷേമ വിഭാഗം വകുപ്പുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ശ്രീ OJ ജനീഷ് കായികം, യുവജനക്ഷേമം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ് എന്നിവയാണുള്ളത്. അതുപോലെ തന്നെ 2.5 വർഷത്തിന് ശേഷം ശ്രീ OJ ജനീഷിന് പകരം ശ്രീ IC ബാലകൃഷ്ണനായിരിക്കും മന്ത്രിയാവുക. ശ്രീ VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ളയായിരിക്കും മന്ത്രിയാവുക. പുതിയ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഏതൊക്കെയാണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. ഈ പുതിയ മന്ത്രിസഭയെക്കുറിച്ചും അവർക്ക് ലഭിച്ച വകുപ്പുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.